ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മിഥുന മാസത്തെ ഫലമാണ് പറഞ്ഞത്. 1200 ആണ്ട് മിഥുന മാസത്തെ ഫലത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക്, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പകുതി ഭാഗം കൂടുന്ന മേടക്കൂറുകാർക്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം സഫലപരമായിട്ട് വരുവാനുള്ള സാധ്യതകളും ഭവന സംബന്ധമായിട്ട് എന്ത് തടസ്സങ്ങളും ഭവന നിർമ്മാണത്തിന് വല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ അതിനെ നീങ്ങിപ്പോകാനുള്ള കാര്യങ്ങളും, വിദേശയാത്ര സംബന്ധമായിട്ട് വല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങിപ്പോകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് പുഷ്ടി വരുവാനുള്ള സാധ്യതയും, കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധിയും വരുവാനുള്ള സാധ്യതയും, പുതിയ പുതിയ ചിന്തകളെ പറ്റി ചിന്തിക്കുവാനും ആലോചിച്ചെടുക്കുവാനുള്ള സാധ്യതയും ഇവർ കൂടുതലായി കാണുന്നുണ്ട്. പൊതുവെ ഇവർക്ക് അനുകൂലപരമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ എന്ന് വെച്ച് പറയുകയാണെങ്കിൽ അധികം ആരും ഇല്ലെങ്കിലും ഇവർക്ക് വന്നിട്ട് വ്യാഴം 3-ലാണ്, 12-ൽ ശനിയാണ്. അപ്പോൾ അതിയുടെ അഹംഭാവം ഇവർക്ക് എന്തായാലും ഉണ്ടാവും. എന്നിരുന്നാലും ഇവർ അതിനെ അതിജീവിച്ച് പോകാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. അത് കാരണം തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വല്ലതുണ്ടെങ്കിൽ അതെല്ലാം മാറി കിട്ടുവാനുള്ള സാധ്യതയും, ഭൂമി വിൽപ്പന നടത്തുവാൻ ശ്രമിക്കുന്നവർക്ക് ഭൂമി വിൽപ്പന നടത്തുവാനുള്ള സാഹചര്യങ്ങളും, ധൈര്യം, ആരോഗ്യം, സംതൃപ്തി എന്നിവ വരുവാനുള്ള സാധ്യതയും, ഐശ്വര്യ അഭിവൃദ്ധിയും ചേരുവാനുള്ള സാധ്യതയും എല്ലാം മേടക്കൂറുകാർ കാണുന്നുണ്ട്. ഇടവക്കൂറുകാർക്കാണെങ്കിൽ എല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. വ്യാഴം 2-ൽ, ശനി 11-ലാണ് നിൽക്കുന്നത്. അത് കാരണം തന്നെ ഇവർക്ക് ധനാഭിവൃദ്ധി, കുടുംബത്തിൽ ഐശ്വര്യാഭിവൃദ്ധി, സന്താനങ്ങളുടെ ഐശ്വര്യാഭിവൃദ്ധി, സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കുക, സന്താനങ്ങൾക്ക് എന്തൊക്കെ വേണം അതെല്ലാം ഒരുക്കി കൊടുക്കുക, സന്താന അഭിവൃദ്ധിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ചെയ്യുക, നല്ല നല്ല വാക്കുകൾ ഉപയോഗിച്ച് മനസ്സിനെ കീഴടക്കുന്ന ലെവലുകളിൽ ആളോടോട് പെരുമാറുക. അതുപോലെ തന്നെ വിദ്യ കൊണ്ടും വാക്കുകൾ കൊണ്ടും ജീവിക്കുന്ന ജീവനക്കാർ വരുന്ന ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, വക്കീലന്മാരായിക്കോട്ടെ, ആരോഗ്യങ്ങളിലായിക്കോട്ടെ, അതായത് വാക്കുകൾ കൊണ്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വർത്തമാനങ്ങൾ കൊണ്ട് പ്രസംഗങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന തൊഴിലുള്ളവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ടുള്ള ഇടപാടുകളും, ഫൈനാൻസ് സംബന്ധമായിട്ടും, അക്കൗണ്ട് സെക്ഷൻ സംബന്ധമായിട്ടും, സ്വർണ്ണാഭരണ സംബന്ധമായിട്ടും മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഉചിതപരമായിട്ടുള്ള സംഭവമായിട്ട് കാണുന്നു. അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭം പെട്ടെന്ന് കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതായത് നാളെയോ മറ്റന്നാളോ കിട്ടുവാനുള്ള പണം നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അതായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് 2 ദിവസങ്ങളിൽ ചിലപ്പോൾ കൈവന്ന് ചേരുക. അതുപോലെ തന്നെ കിട്ടാനുള്ള ധനം കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കടബാധ്യതകൾ ഉള്ളവരേക്കെല്ലാം കടബാധ്യതകൾ കുറച്ചെല്ലാം ഒഴിഞ്ഞു പോകാനും മനസമാധാനം കഴിഞ്ഞു വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ ഭവന നിർമ്മാണത്തെ പറ്റി ചിന്തിക്കുവാനുള്ള സാധ്യത, പുതിയ ഭൂമികൾ വാങ്ങിച്ചിടുവാനുള്ള സാധ്യതകൾ കൂടുതൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്നുള്ള ധനലാഭം കൊണ്ട് ധനം വന്ന് ചേരുകയാണെങ്കിൽ അത് ചിലപ്പോൾ വൻ തുകയായിട്ട് മാറുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. റെയിൽവേ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വൻ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷിക്കാത്ത, അതായത് ഏക്കർ കണക്കിനുള്ള ബിസിനസ്സുകളെല്ലാം നടന്നു കഴിഞ്ഞ് അതിൽ വൻകിട ലാഭങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളും ഈ ഇടവക്കൂറുകാർ കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. മിഥുനക്കൂറുകാർക്കാണെങ്കിൽ കർമ്മരംഗം പുരോഗതിക്ക് ഉള്ള ഒരു പാതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർമ്മസ്ഥാനത്തിൽ അതായത് ശനി നിൽക്കുന്ന കാരണം കൊണ്ട് കണ്ടകശനി ഉണ്ടെങ്കിലും അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്തു വരിക. ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവ നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം കുറഞ്ഞു കിട്ടും. എന്നിരുന്നാലും തൊഴിൽ ഭാഗം വളരെ ക്ലിയറാണ്. ശുക്രൻ മാറുന്നത്, ശുക്രൻ 11-ാം ഭാവത്തിൽ ഇരുന്നതോടുകൂടി തടസ്സങ്ങൾ മാറും. ധനസംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറിപ്പോകുന്നതാണ്. ചൊവ്വ അവിടുന്ന് മാറുന്നുണ്ട്. അത് കാരണം ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അവിടുന്ന് മാറുന്നുണ്ട്. കുടുംബത്തിലെ ഐശ്വര്യ അഭിവൃദ്ധിയും വാക്ക് തർക്കങ്ങളുണ്ട്, അതെല്ലാം പരിഹരിച്ച് ഐക്യപരമായിട്ട് പോകാനും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യത സംബന്ധമായിട്ട് പോകാനുള്ള സാധ്യത മിഥുനക്കൂറുകാർക്കാണ്. മിഥുനക്കൂറ് എന്ന് പറയുമ്പോൾ തന്നെ മകീരത്തിൻ്റെ അവസാനത്തെ പകുതി പുണർത്തവും തിരുവാതിരയും പുണർത്തത്തിൻ്റെ അവസാനത്തെ 3/4 ഭാഗം കൂടി ചേരുന്ന മിഥുനക്കൂറുകാർക്കാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ നടത്തുവാനുള്ള സാധ്യതകൾ ഇവർ കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിയമക്കുരുക്കുകളിൽ നിന്ന് ചാടി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കേസ് വഴക്കുകൾ വല്ലതും നടക്കുകയാണെങ്കിൽ, അതിർത്തി തർക്കങ്ങൾ നടക്കുകയാണെങ്കിൽ, ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കുകയാണെങ്കിൽ അതെല്ലാം പരിഹരിച്ച് കിട്ടുവാനും കാര്യസാധ്യത നേടുവാനും ഉള്ള ഒരു മാസമായിട്ടാണ് കണക്കാക്കുന്നത്. കർക്കിടകക്കൂറുകാർക്കാണെങ്കിൽ വളരെ ചെലവ് കൂടുതലായിട്ടുള്ള ഒരു മാസമാണ്. പാഴ്ചെലവുകൾ വരുവാനുള്ള സാധ്യത. പൊതുവെ വിദ്യാലയങ്ങൾ തുറക്കുന്ന സമയമായത് കാരണം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ട പഠനത്തിൽ വളരെ പൈസ ചെലവാക്കേണ്ട അല്ലെങ്കിൽ പണം ചെലവഴിക്കേണ്ട ആവശ്യങ്ങളുണ്ടാവും. വസ്ത്രത്തിന് വേണ്ടി ഒരുപാട് പൈസകൾ ചെലവഴിക്കേണ്ട ആവശ്യമുണ്ടാവും. അനാവശ്യ വസ്തുക്കളെല്ലാം വാങ്ങിക്കൂട്ടുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് അനാവശ്യ വസ്തുക്കൾ എന്ന് വെച്ചാൽ ആവശ്യ വസ്തുക്കൾ തന്നെയാണ്.
പക്ഷേ ഇപ്പോൾ ആവശ്യമില്ലാത്ത വസ്തുക്കൾ എല്ലാം വാങ്ങിക്കൂട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വരും കാലത്തേക്ക് വേണ്ടതെല്ലാം ചിലപ്പോൾ ഇപ്പോൾ തന്നെ വാങ്ങിക്കൂട്ടും. കാരണം പണം കയ്യിൽ നിന്ന് പോകണം എന്നുള്ളതാണ് പറയുന്നത്. സമ്പാദിച്ച പണമെല്ലാം കുറച്ചെല്ലാം അയഞ്ഞു വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കുവാനുള്ള ബന്ധപ്പാടുകൾ നമ്മൾ തന്നെ ശ്രമിക്കണം എന്നുള്ള പറയണത്. അപ്പോൾ നമ്മൾ പണം ചിലവാക്കുന്ന സമയത്ത് ആ പണം ചിലവായി പോകുമല്ലോ എന്നുള്ള ചിന്ത മനസ്സിലുണ്ടെങ്കിൽ അത് ഭദ്രതമായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു ബദ്ധത കാരണം. 12-ൽ വ്യാഴനാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് പറയണത് 12-ൽ വ്യാഴം നിന്ന് കഴിഞ്ഞാൽ ധനം അറിയാതെ പോകും, വെള്ളത്തിൽ ഒളിച്ചു പോകണ പോലെ പോകും എന്നുള്ള പറയാം. ലക്ഷക്കണക്കിന് കയ്യിലുണ്ടെങ്കിലും അത് നിസാരമായിട്ട് പോകുന്ന ലെവലുകൾ കണ്ടറിഞ്ഞ ഒരുപാട് ആളുകൾ ഈ 12-ൽ വ്യാഴം അനുഭവിച്ചവരുണ്ട്. അത് കാരണം തന്നെ പറയുന്നത് അതുപോലെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ഭാഗ്യസ്ഥാനത്തിൽ വ്യാഴം അല്ല ശനി അനുകൂലമായി നിൽക്കുന്നത് നല്ല തന്നെയാണ്. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഐശ്വര്യ അഭിവൃദ്ധി മറ്റുള്ള കാര്യങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ല. ധനസംബന്ധമായിട്ടും കുടുംബസംബന്ധമായിട്ടും സന്താനങ്ങളെയും മറ്റു ശ്രദ്ധിച്ചാൽ മതിയാവും എന്ന് പറയുന്നത്. ചിങ്ങക്കൂറുകാർക്കാണെങ്കിൽ വളരെ അനുകൂലപരമായിട്ടുള്ള സാഹചര്യമാണ് കാണുന്നത്. 11-ൽ വ്യാഴം സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുതരുന്ന ഒരു വ്യാഴനാണ്. അനുകൂലപരമായിട്ടുള്ളതും ധനസംബന്ധമായിട്ടുള്ള തൊഴിൽ അഭിവൃദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി നടന്നു വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭം ഉണ്ടാവും. തൊഴിൽ സംബന്ധമായിട്ടുള്ള അവരവർ അറിയിക്കുന്ന ശമ്പളത്തേക്കാൾ കൂടുതൽ കിട്ടുവാനുള്ള സാധ്യതയും ചെയ്യുന്ന തൊഴിലുകളിൽ ശമ്പള വർധനവിനുള്ള സാധ്യതയും പ്രമോഷനുകൾ കിട്ടുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ തൊഴിലിൽ മുൻകയറ്റം, അതായത് മുൻകയറ്റം എന്ന് വെച്ച് പറഞ്ഞാൽ സ്ഥാനമാന പദവികൾ, സ്ഥാനക്കയറ്റം കിട്ടുവാനുള്ള സാധ്യത, സ്ഥാനക്കയറ്റത്തോടുകൂടി ശമ്പള വർധനവ് കിട്ടുവാനുള്ള സാധ്യത. ബിസിനസ് എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ അത് വൻകിട ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കാണ് വൻ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് സ്വർണ്ണാഭരണ ബിസിനസ്സുകളോ രത്ന സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളോ അതുപോലെ തന്നെ ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകളോ ചെയ്യുന്നവർക്കെല്ലാം യഥേഷ്ടപരമായിട്ട് കോടികളുടെയൊക്കെ ആസ്തികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അല്ലെങ്കിൽ ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. കടബാധയിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം കടബാധയിൽ നിന്നെല്ലാം കുറച്ചൊരു ആശ്വാസം കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട് ചിങ്ങക്കൂറുകാർക്ക്. അതേസമയത്ത് കന്നിക്കൂറുകാർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായി തെളിഞ്ഞു കാണുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം മംഗളപരമായിട്ട് തന്നെ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. വിവാഹാദി മംഗളകർമ്മങ്ങൾ ചിലതെല്ലാം തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിലെ തിരിച്ചു വരുവാനുള്ള സാധ്യതകളും വിവാഹത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യതകളും നീണ്ടു പോയിക്കൊണ്ടിരുന്ന യാത്രകളെല്ലാം യാത്ര പോകാനുള്ള സാധ്യതകൾ എത്തിക്കഴിഞ്ഞ് വരും. വിദേശ യാത്രയ്ക്ക് വേണ്ടി ചിലപ്പോൾ പേപ്പർ വർക്കുകൾ മറ്റുള്ളതെല്ലാം കൊടുത്ത് മാസങ്ങളായി വെയിറ്റ് ചെയ്യുന്നവർക്ക് അതെല്ലാം ശരിയായി വരുവാനുള്ള സാധ്യതകളും പണം പോയി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം അത് തിരിച്ചു വരുവാനുള്ള സാധ്യതകളും അത് തീരുവാനുള്ള സാധ്യത. കാരണം കൊടുത്ത പൈസയെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ആശങ്കയോടുകൂടി കഴിയുന്നവർക്കെല്ലാം അതിനുള്ള സുപ്രതീക്ഷയായിട്ട് വരുന്ന പേപ്പറും മറ്റുള്ള കാര്യങ്ങളും വിസയും മറ്റുള്ള കാര്യങ്ങളെല്ലാം അനുകൂലപരമായിട്ട് വരുന്ന ഒരു സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് സാധ്യമാകും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെയാണ് അവർക്ക് വന്നിട്ട് കണ്ടക ശനി 7-ാം ഭാവത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശനി പ്രീതി വരുത്തണം. ശാസ്താവിന് നീരാഞ്ജന നെല്ലുവിളക്ക് തീർച്ചയായിട്ടും നടത്തണം. അതുപോലെ തന്നെ കർമ്മസ്ഥാനമായ തൊഴിൽ സ്ഥാനമായ 10-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന കാരണം വ്യാഴപ്രീതി യഥാശക്തി മഹാവിഷ്ണുവിന് ശ്രീകൃഷ്ണ ഭഗവാന് ഗുരുവായൂരപ്പന് ശ്രീരാമന് യഥാശക്തി വഴിപാട് നടത്തി വരുന്നത് മൂലം ആ തൊഴിൽ സ്ഥാനത്തിലുള്ള കണ്ടക വ്യാഴന്റെ ദോഷത്തെയും കുറച്ച് വരുന്നതാണ്. തുലാക്കൂറുകാണെങ്കിൽ സർവസ്വ ഐശ്വര്യമാണ് കാണുന്നത്. സർവത്ര ഐശ്വര്യം പറഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും അനുകൂല സ്ഥിതിയിൽ മറ്റേ വ്യാഴം ശനി എന്ന് വേണ്ട എല്ലാ അനുകൂല സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് കോടികളുടെ ലാഭങ്ങൾ ഇവർക്ക് ഉണ്ടാക്കുന്ന പറ്റിയൊരു മാസമാണ്. അനുകൂലപരമായിട്ടുള്ള ബിസിനസ് സംബന്ധമായിട്ടുള്ള നല്ല മേഖലകൾ പ്രവർത്തിക്കാനും തൊഴിലവസരങ്ങൾ യഥേഷ്ടം വന്നു വരുവാനുള്ള സാധ്യതകളും വരുമാന മാർഗങ്ങൾ വന്നു വരുവാനും ഭാഗ്യകടാക്ഷങ്ങളും ദൈവാനുഗ്രഹം കൂടെ നിൽക്കുകയും ദൈവാനുഗ്രഹം വളരെ കൂടുതലായിട്ടുള്ള കാരണം കൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ വന്ന് കൈവരുവാനുള്ള സാധ്യതയും പ്രണയങ്ങളെല്ലാം പൂവണിയാനുള്ള സാധ്യതകളും വിവാഹാദി മംഗളകർമ്മങ്ങളെല്ലാം പെട്ടെന്ന് നടക്കുവാനുള്ള സാധ്യതയും അപ്രതീക്ഷിതപരമായി ചിലപ്പോൾ ഒരു മാസത്തിനുള്ളിലായിരിക്കും വിവാഹം നടക്കുക. അത് എങ്ങനെയെന്ന് ചോദിച്ചു പറഞ്ഞാൽ നമ്മൾക്ക് തന്നെ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല. പെട്ടെന്നായിരിക്കും ഒരു സ്ത്രീയായിട്ട് പരിചയപ്പെടുന്നത്, പ്രണയത്തിലാവും, പെട്ടെന്ന് രജിസ്റ്റർ മാരേജ് കഴിക്കാനുള്ള അവസ്ഥകളുണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഈ തുലാരാശിക്കാർക്ക് കണ്ടുവരാറുള്ള ശരിക്കും ഗ്രഹസ്ഥിതി കൊണ്ട് ചിന്തിച്ചു വരാറുള്ളത് എന്ന് തന്നെ പറയാം. അത് കാരണം കൊണ്ട് അവർക്ക് അങ്ങനെ ഒരു സാധ്യതകൾ കൂടുതലായിട്ട് വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കടബാധ്യത എല്ലാം ഉള്ളവർക്കെല്ലാം നിസാരപരമായിട്ട് കടബാധ്യത മീട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വൃശ്ചികക്കൂർ, അത് തുലാക്കൂർ എന്ന് പറയുമ്പോൾ ചിത്രയുടെ അവസാനത്തെ പകുതി ഭാഗവും ചോതി വിശാഖത്തിന്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും ഉയർന്ന് തുലാക്കൂറുകാർക്കാണ് ഇപ്പോൾ പറഞ്ഞു വന്നത്.
അതേപോലെ വൃശ്ചിക രാശിക്കാർക്കാണെങ്കിൽ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടി ചേരുന്നവർക്ക് അഷ്ടമത്തിലാണ് വ്യാഴം നിൽക്കുന്നത്. അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം സന്താന സൗഖ്യങ്ങൾക്ക് സന്താനകാരകനായിട്ടുള്ള വ്യാഴനാണ് എട്ടാം ഭാവം നിൽക്കുന്നത്. അത് കാരണം സന്താനങ്ങൾക്ക് ദോഷങ്ങൾ വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. സന്താനങ്ങളെ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ഗർഭിണികൾ വളരെ സൂക്ഷിക്കണം. ഗർഭാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശു ഏകദേശം 2-3 മാസമായിട്ടുള്ള പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരെല്ലാം വളരെ ശ്രദ്ധയോടുകൂടിയും കാര്യക്ഷമതയോടുകൂടിയും വലിയ വെയിറ്റ് എടുക്കാതെയും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നൊക്കെ പറയാനുള്ളത്. കാരണം പെട്ടെന്ന് ചിലപ്പോൾ അബോഷണമൊക്കെ ആയി പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. അതും ആദ്യത്തെ പ്രസവമാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് സന്താനങ്ങളുടെ അഭിരുചി പറഞ്ഞാൽ അവരുടെ അനിഷ്ട സംബന്ധമായിട്ടുള്ള ചില പാഴ്വാക്കുകളും അല്ലെങ്കിൽ കുത്തുവാക്കുകളും അവരെ പറ്റിയുള്ള പ്രചാരണങ്ങളും എല്ലാം മനസ്സിന് അത്ര സുഖം തരില്ല എന്ന് തന്നെ പറയുന്നത്. അതേസമയം ദേഹ സംബന്ധമായിട്ട് ആരോഗ്യ സംബന്ധമായിട്ട് പൊതുവെ സുഖകരമായിട്ടുള്ള സമയമാണ്. നല്ല ഉറക്കം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യം വീണ്ടെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കാനുള്ള സാധ്യതയുണ്ട്. ഭൂമിപരമായിട്ടുള്ള സംബന്ധങ്ങളെല്ലാം നടക്കാനുള്ള കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ഈ പണത്തിൻ്റെ കാര്യത്തിലും ധനത്തിൻ്റെ കാര്യത്തിലും ആഭരണത്തിൻ്റെ കാര്യത്തിലും കുറച്ച് ശ്രദ്ധ വേണം എന്നുള്ളത് പറയുന്നത്. ധനുക്കൂറുകാർക്കാണെങ്കിൽ അത് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന ധനുക്കൂറുകാർക്ക് 7ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നുണ്ട്. 4ാം ഭാവത്തിൽ കണ്ടക ശനിയായിട്ട് ശനി നിൽക്കുന്നുണ്ട്. ശാസ്താവിന് നീരാജന നീവർക്ക് ദേഹ സംബന്ധമായിട്ടുള്ള അരിഷ്ടതകൾ വരാതിരിക്കാനും ഭവന നിർമ്മാണ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ വരാതിരിക്കുവാനും മാതാവിന് ആസ്പത്രി ചെലവുകൾ വരാതിരിക്കുവാനും ബന്ധുസമൂഹങ്ങളായിട്ട് അലസതകൾ വരാതിരിക്കുവാനും ബന്ധുക്കളുമായിട്ട് പിണക്കങ്ങൾ വരാതിരിക്കുവാനും വേണ്ടിയിട്ടുള്ള വഴിപാടുകളാണ്. ദേഹസ്വം കിട്ടുവാനുള്ള വഴിപാടുകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞ് പറഞ്ഞാൽ ആ ഭാഗം വളരെ ക്ലിയറാണ്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉദ്ദിഷ്ടപരമായിട്ടുള്ള കാര്യങ്ങൾ നടന്നു കിട്ടും. തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. സന്താനങ്ങൾക്ക് ഐശ്വര്യവൃദ്ധി ഉണ്ടാവും. സന്താനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു വരും. വിദ്യാഭ്യാസത്തിന് വേണ്ട ചിലവുകളും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ധനം ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ചേരും എന്ന് തന്നെ പറയാം. ധനാഭിവൃദ്ധി ഉണ്ടാവും. ദൈവാനുഗ്രഹം ഉണ്ടാവും എന്ന് തന്നെ പറയാം. ഐശ്വര്യാഭിവൃദ്ധി ഉണ്ടാവും. വിവാഹാദി മംഗളകർമ്മങ്ങൾ നടത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. യുവാക്കൾക്കെല്ലാം ഒരുപാട് വൈകി വരുന്ന ചിലപ്പോൾ ആയോധനമെല്ലാം നടക്കുവാനുള്ള സാധ്യതകളും ധനുക്കൂറുകാർക്കാണ്ട്. മകരക്കൂറുകാർക്കാണെങ്കിൽ ചാരവസാൽ സൂര്യൻ വളരെ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന കാരണം അവർക്കും വളരെ അനുകൂലപരമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള കാര്യമാണ്. ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന മകരക്കൂറുകാർക്ക് ഉചിതപരമായിട്ടുള്ള ഒരു മാസമാണ്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ആനുകൂല്യങ്ങളും സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ ആനുകൂല്യങ്ങളും അതുപോലെ ഗവൺമെൻറ് സംബന്ധമായിട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം വളരെ ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഭൂരേഖകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ശരിയാക്കുകയും അതുപോലെ തന്നെ സ്ഥല സംബന്ധമായിട്ടുള്ള എല്ലാ ഇടപാടുകൾ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പേപ്പർ വർക്കുകളെല്ലാം വല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ശരിയായും ലോൺ സംബന്ധമായിട്ട് വല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ശരിയാകാനുള്ള സാധ്യതകളും എല്ലാം കാണുന്നുണ്ട്. കടബാധയിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ഗവൺമെൻറ് തലത്തിലെല്ലാം അനുകൂലപരമായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്കും മേൽക്കൈമകൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ വന്നു ചേരുവാനുള്ള സാധ്യതകളും എല്ലാം കൂടി വന്നു ചേരുന്ന ഒരു സമയമായിട്ടാണ് മകരക്കൂറുകാർക്ക് കാണുന്നത്. മകരക്കൂറുക്ക് എല്ലാം കൊണ്ടും ഇതിനെ മാസം വളരെ ഉചിതപരമായിട്ടുള്ള മാസം ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ തൊഴിലിനെ പറ്റി അന്വേഷിക്കാൻ പറ്റിയ ഒരു സമയമാണ്. വിദേശ സംബന്ധമായിട്ടുള്ള ജോലികൾക്കോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളോ നടത്തുന്നതുകൊണ്ട് യാതൊരു തെറ്റൊന്നുമില്ല എന്ന് തന്നെ പറയുന്നത്. ധനസംബന്ധമായിട്ട് കടങ്ങൾ വാങ്ങിക്കൂട്ടാതെ ശ്രദ്ധിക്കണം. കാരണം 6ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കാരണം കടം ആദ്യം വാങ്ങിക്കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കടമയാണ് നിങ്ങൾക്കുള്ളത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളത് പറയുന്നത്. ഉള്ള കടം വീട്ടാൻ നോക്കുക, ഇല്ലാത്ത കടം വരുത്താതെ നോക്കുക എന്നുള്ളത് പറയുന്നത്. അതുപോലെ തന്നെ കുംഭക്കൂറുകാർക്കാണെങ്കിൽ കുംഭക്കൂർ വരുമ്പോൾ അവിടത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും ചതയും പൂരോട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം കൂടി ചേരുന്ന കുംഭക്കൂറുകാർക്ക് ഏഴര ശനി തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അത് കാരണം കുടുംബ വഴക്കുകൾ വരാതെ ശ്രദ്ധിക്കണം. കുടുംബനാഥൻ വളരെ ശ്രദ്ധാനുകൂലമായിരിക്കണം. കുടുംബം ആരാണോ ഭരിക്കുന്നത്, അതായത് ഭർത്താവാണോ ഭാര്യ ആര് ഭരിക്കുകയാണെങ്കിലും അവിടെ നല്ല ശ്രദ്ധ വേണം. കുടുംബത്തിൻ്റെ കൈകാര്യങ്ങൾ ചെയ്യുന്ന രീതി വേണം. വർത്തമാന ശൈലി തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം വർത്തമാനം പറയുകയാണെങ്കിൽ. അതുപോലെ 5ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന കാരണം വളരെ ഉചിതപരമായിട്ടും ദൈവാനുഗ്രഹമായിട്ടുമുള്ളൊരു മാസം കൂടിയാണ് മിഥുനമാസം. അതുപോലെ തന്നെ അവർക്ക് ഐശ്വര്യ അഭിവൃദ്ധി തളം കെട്ടി നിൽക്കും.
സന്താനങ്ങൾക്ക് ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകന്മാർക്കും ഉചിതപരമായിട്ടുള്ള സമയമാണ്. ഗവൺമെൻറ് ജീവനക്കാർക്കും വളരെ അനുകൂലപരമായിട്ടുള്ള സമയമാണ്. അതുപോലെ തന്നെ ജലാശയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുത്തുന്നവർക്കും ഉചിതപരമായിട്ടുള്ള സമയം തന്നെയാണ്. മീനക്കൂറുകാർക്കാണെങ്കിൽ ഗുണദോഷ മിശ്ര ഫലമാണ്. കാരണം ജന്മശനി, കണ്ടകശനി, ഏഴശനി എന്നിവ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4-ാം ഭാവത്തിൽ കണ്ടക വ്യാഴം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ശാസ്താവിനും വ്യാഴത്തിനും മഹാവിഷ്ണുവിനും പ്രീതികരത്തിനും മഹാവിഷ്ണു മാത്രമല്ല ഗുരുവായൂരപ്പനാണ്, ശ്രീകൃഷ്ണനാണെങ്കിൽ ശ്രീരാമനാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല, യഥാശക്തി വഴിപാട് നടത്തുക. ശാസ്താവിൽ തീർച്ചയായിട്ടും നീരാഞ്ജനം വഴിപാട്, എള്ളുതിരി അല്ലെങ്കിൽ നീരാഞ്ജനം വഴിപാട് തന്നെ നടത്തുക. അതുപോലെ തന്നെ നെയ്വിളക്കം നടത്തുന്നത് വളരെ ഉത്തമകരമായിട്ടുള്ള ഒരു വഴിപാടാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അനുകൂലപരമായിട്ടുള്ള തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം മിതമായിട്ടുള്ള ലെവലിൽ പോവുക. ഒരിക്കലും തൊഴിൽ ഉപേക്ഷിക്കാൻ തോന്നാതിരിക്കുക. പുതിയ ബിസിനസ്സിന് ഇറങ്ങിത്തിരിക്കാതിരിക്കുക. പണം കൊണ്ടുള്ള ഒരു കളിക്ക് നിൽക്കാതിരിക്കുക എന്നുള്ളതാണ് പറയേണ്ടത്. ഇവർക്ക് വേണ്ടി പറയാനുള്ളത് ഈ മിഥുനമാസനത്തിൽ പണങ്ങൾ കൊണ്ടുള്ള ഒരു കളിക്ക് നിൽക്കാതിരിക്കുക. കൊടുക്കൽ വാങ്ങലുകൾ വളരെ ശ്രദ്ധിക്കുക. നമസ്കാരം.